മിസ്റ്റർ രാമേന്ദ്രൻ, പാർലമെൻറ്റിൽ ഇന്നും രസകരമായ ചില അരങ്ങേറ്റങ്ങൾ നടന്നു. പ്രതിപക്ഷത്ത് ഉള്ളവർക്ക് ഇന്ന് കിട്ടിയ വിഷയം അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അപഹസിച്ചു എന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അംഗങ്ങളും പ്ലക്കാർഡും അംബേദ്കറുടെ ഫോട്ടോയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് അംബേദ്കറോട് കാണിച്ചത്ര വൈരാഗ്യവും അവഗണനയും ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനം കാണിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഈ ജെന്റിൽമാൻസ് ഡിഗ്രി ആണല്ലോ കിട്ടിയിരിക്കുന്നത് നെഹ്റുവിന്. അംബേദ്കർ അങ്ങനെയല്ല, മര്യാദയ്ക്ക് പഠിച്ച് വലിയ ബ്രില്യൻസോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. അങ്ങനെ ബുദ്ധിയും വിവരമുള്ളവരെയൊന്നും നെഹ്റുവിന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ഒരു കൊച്ചു പുസ്തകം വെച്ചിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മുമ്പ് ഇവരുടെ ഒരു ചിന്തൻ ശിബിർ എന്ന് പറഞ്ഞൊരു സാധനം നടന്നപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു. ഈ കൊച്ചു പുസ്തകം ഇവർ പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ എഴുതിയ ഒരു കവർ മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല എന്നു ഇന്ത്യ ടുഡേയിലും ഒക്കെ റിപ്പോർട്ട് വന്നിരുന്നു ഈ പുസ്തകത്തിൻ്റെ. മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന അത്ര ചെറുതല്ലല്ലോ. അത് പോക്കറ്റിലിരിക്കില്ലേ. ഇവർ പിന്നെ പോക്കറ്റിൽ കൊണ്ടു കിടക്കുന്ന ഈ കൊച്ചു പുസ്തകം എന്താണ്? അത് തന്നെ ഭരണഘടനയെ അപമാനിക്കലാണ്. അപ്പോൾ ഇവർക്ക് അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഫാഷനാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. സത്യമാണത്. ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അംബേദ്കർ അപഹസിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും കൂടി ഉണ്ട് രാഹുലിൻ്റെ കൂടെ. അതായത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ അംബേദ്കർ അപമാനിച്ചിരിക്കുന്നത് നെഹ്റുവിൻ്റെ കോൺഗ്രസുമാണ്. 1946 ഇത് അംബേദ്കർ തന്നെ പാർലമെൻറ്റിലെ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒക്ടോബറിൽ 1951 ഒക്ടോബറിൽ ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നൊരു പ്രസ്താവന ചെയ്തു. ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് 1946 എന്നെ നെഹ്റു മന്ത്രിയാക്കിയില്ല. 1947 മന്ത്രിയാക്കുന്നത്. അത് ഗാന്ധിയുടെ നിർബന്ധമൊക്കെ കൊണ്ടാണ്. ആ കാലത്ത് നെഹ്റു ഐവർ ജെന്നിങ്സിനെ കൊണ്ട് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് നോക്കിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു, നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എടുത്ത്, ഇനി അത് എഴുതാനും അവിടെ നിന്ന് ഒരാളെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ആ പ്രസ്താവനയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെഹ്റു കാരണമാണ്, നെഹ്റുവിൻ്റെ ഉപജാപക വൃന്ദങ്ങളും ഒക്കെ കാരണമാണ് ഞാൻ രാജിവെച്ചത് ഈ മന്ത്രിസഭയിൽ നിന്ന് 1951 പ്രസ്താവനയിൽ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അത് നിശിതമായ തീക്ഷ്ണമായ വിമർശനമാണ്. അതിലേക്ക് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നെഹ്റുവിന് പിന്നെ അംബേദ്കറെ ലോക്സഭയിൽ ആവശ്യമില്ല. അംബേദ്കറെ എങ്ങനെയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം. അങ്ങനെ നോർത്ത് മുംബൈയിലാണ് 1952 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അംബേദ്കർ. അപ്പോൾ അവിടെ തോൽപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് ഉള്ളത് കൊണ്ട് നെഹ്റു എന്തു ചെയ്തെന്ന് വെച്ചാൽ അംബേദ്കറുടെ PA ആയിരുന്ന നാരായൺ ഷഡോബ കജ്രോൾക്കർ, പാല് വിൽപ്പനക്കാരനാണ് ഈ കജ്രോൾക്കർ, ആ പഴയൊരു PA എടുത്ത് അംബേദ്കർക്കെതിരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. നെഹ്റുവിൻ്റെ കൂടെ SA ഡാംഗെ ചേർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്ന് അംബേദ്കർക്കെതിരെ ചേർന്നു. എന്നിട്ട് നോർത്ത് മുംബൈയിൽ ഈ SA ഡാംഗെ ഈ അംബേദ്കർ ഒറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലഘുലേഖ ഉണ്ടാക്കി വിതരണം ചെയ്തു മണ്ഡലത്തിൽ മുഴുവൻ, അംബേദ്കർക്കെതിരെ വിതരണം ചെയ്തു. ഇങ്ങനെ ഇത് മാത്രമല്ല ചെയ്തത്, 14,000 വോട്ടിനാണ് അംബേദ്കർ തോൽക്കുന്നത്. പക്ഷേ അവിടെ അസാധുവായ വോട്ട്, റദ്ദാക്കപ്പെട്ട വോട്ട് 78,000 ആയിരുന്നു. 78,000 അസാധു വോട്ട് അസാധാരണമല്ലേ അത്? അപ്പോൾ അംബേദ്കർക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് അസാധുവാക്കപ്പെട്ടത് എന്നുള്ള വിവരം അന്ന് പടർന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ധനഞ്ജയ് കീറാണല്ലോ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട ജീവചരിത്രം അംബേദ്കറിൻ്റെ. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ജീവൻ ചരിത്, അത് പിന്നെ ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവരം
വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, 78,000 വോട്ട് എങ്ങനെ അസാധുവാക്കപ്പെട്ടു എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു അംബേദ്കർ. അവിടെ നിന്ന് നീതിയൊന്നും കിട്ടിയില്ല. ഇദ്ദേഹത്തിന് ജയപ്രകാശ് നാരായണൻ സംശയം ഉന്നയിച്ചു. ഈ 78,000 വോട്ട് അത് ബൂത്ത് പിടിച്ചിട്ടോ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയിട്ടോ ഒക്കെ ചെയ്തിരിക്കുന്നതാണ് നെഹ്റു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇത് ഡാംഗയും നെഹ്റു എല്ലാം കൂടി നടത്തിയൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇങ്ങനെ 78,000 വോട്ട് അസാധുവാക്കപ്പെട്ട് തോറ്റുപോയതെന്ന് അംബേദ്കറും പറഞ്ഞു. അംബേദ്കറോട് ആളുകൾ കേസ് കൊടുക്കാനും ഒക്കെ പറഞ്ഞു. മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേസ് കൊടുക്കണം 78,000 വോട്ടിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. ഈ അംബേദ്കറിൻ്റെ ജീവചരിത്രം, അംബേദ്കറിൻ്റെ ജീവിതത്തിനെ പറ്റി അനാലിസിസും ഒക്കെ എഴുതിയിട്ടുള്ള ഈ അമേരിക്കൻ ഓതർ ഗെയിൽ ഹോംബത്ത് ഉണ്ടല്ലോ, സ്ത്രീയാണ്. അവരെഴുതിയ പുസ്തകത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഈ ഗൂഢാലോചനയും ഈ വൃത്തികേടുകളും നെഹ്റു കാണിച്ച വൃത്തികേടുകളും ഒക്കെ കാരണമാണ് അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടായത്. പിന്നെ ആരോഗ്യം തകരുകയാണ്. കോൺഗ്രസ് വിടുകയും ചെയ്തു. അപ്പോൾ സാവിത്രിബായ് അംബേദ്കർ, ഡോക്ടർ സാവിത്രിബായ്, സവിത ഭാര്യ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം ആരോഗ്യം തകരുന്നതും പിന്നെ മരണത്തിലേക്ക് പോകുന്നതും. പക്ഷേ 1954 ഭണ്ഡാരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു, കക്ഷിരഹിതനായിട്ടാണ്. അദ്ദേഹം വീണ്ടും ഭണ്ഡാരയിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ജനസംഘം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. കാരണം കോൺഗ്രസും നെഹ്റുവും കൂടെ ഇല്ലായിരുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലായിരുന്ന സമയത്തും ജനസംഘം കൂടെ ഉണ്ടായിരുന്നു. 1954 ജനസംഘം ഭണ്ഡാരയിൽ തെരഞ്ഞെടുപ്പിനുമൊക്കെ ഇറങ്ങി. പക്ഷേ ഭണ്ഡാരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഭാവുറാവു ബോൾക്കർ ആയിരുന്നു. ഭാവുറാവു ബോൾക്കറാണ് ജയിച്ചത്. കോൺഗ്രസ് പിന്നെയും ഇദ്ദേഹത്തിനെ അവിടെ തോൽപ്പിച്ചു. വേറൊരു കാര്യവുമുണ്ടല്ലോ, നെഹ്റു, ഇന്ദിര ഇവരുടെ രണ്ടിൻ്റെയും ഭരണകാലത്ത് ഡോക്ടർ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തിട്ടില്ല. കൊടുത്തില്ല. കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ആ കുടുംബം. കാരണം നെഹ്റു ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടിരുന്ന ആളാണ് അംബേദ്കർ. എന്നിട്ട് ഭാരതരത്നം കൊടുക്കുന്നത് 1990 VP സിംഗ് ആണ് അംബേദ്കർക്ക് ഈ ഭാരതരത്നം കൊടുക്കുന്നത്. ഒരു 40 കൊല്ലത്തോളം അംബേദ്കറെ ഇവർ പരിഗണിച്ചതേയില്ല. അംബേദ്കറെ മൊത്തത്തിൽ ഇവർ ചരിത്രത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിയത്. അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ചെയ്തത് VP സിംഗ് ചെയ്യുന്നത്. പിന്നീട് അംബേദ്കറുടെയൊക്കെ തിരിച്ചു വരവൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ 1951 ഒക്ടോബർ 10 നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു. അതായത് ഈ പാർലമെൻറ്റിൻ്റെ ബിസിനസ് അനുസരിച്ചിട്ട്, പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു മന്ത്രി രാജിവെച്ചാൽ ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് അയാൾക്ക് പ്രസ്താവന നടത്താമെന്ന് നിയമമുണ്ട്. ഇത് മന്ത്രിമാർ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുണ്ട് എന്നൊക്കെ ഉള്ളത് അംബേദ്കർക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സെപ്റ്റംബർ 27 രാജിവെച്ചത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനം വരെ തുടരണമെന്ന് നെഹ്റു അഭ്യർത്ഥിച്ചു. അത് ശരി, സമ്മേളന കാലത്ത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഒക്ടോബർ 10 എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് പ്രസ്താവന നടത്തി. അത് നെഹ്റുവിന് വലിയ ക്ഷീണമായിപ്പോയി. അദ്ദേഹം 4 പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു. ആ 4 പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 1946 മന്ത്രിയാക്കിയില്ല എന്നുള്ളത്. 47 പിന്നെ മന്ത്രിയാക്കിയത്. മന്ത്രിയാക്കുമ്പോഴും ഇദ്ദേഹത്തിന് കൊടുത്തത് നിയമവകുപ്പ് മാത്രമാണ്. അതിൽ നിന്നിട്ട് അത് വലിയ വകുപ്പൊന്നുമല്ല, നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ചെയ്യാനില്ല എന്ന് ഈ പ്രസ്താവനയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടത്, അദ്ദേഹം വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസില് പൊതുമരാമത്തും തൊഴിലും ഈ 2 വകുപ്പുകൾ നോക്കിയിരുന്നതാണ്. അന്ന് എക്സിക്യൂട്ടീവ് അംഗം എന്ന് പറഞ്ഞാൽ തന്നെ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ആക്കാമായിരുന്നു. ആക്കാമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്ന ഒരേ ഒരു ലീഡർ പുള്ളിയായിരുന്നു. അതെ, ഇത് ചെയ്തില്ല. രണ്ടാമത് പറഞ്ഞത്
പിന്നാക്ക വിഭാഗത്തിനും പട്ടികജാതിക്കാർക്കും ഈ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ദുരിതമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നാക്കക്കാർക്ക് ഭരണഘടനയിൽ തന്നെ സുരക്ഷിതത്വമൊന്നുമില്ല. 12% സംവരണം എന്ന് പറഞ്ഞാൽ അവർക്ക് റിക്രൂട്ട്മെൻറ്റിലൊന്നും ആ കാലത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്നും നെഹ്റു പരിഗണിച്ചില്ല. എന്നിട്ട് നിശിതമായിട്ട് ഇദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നെഹ്റുവിന് വലിയ ശുഷ്കാന്തിയാണ്. ഞാൻ ആ വാചകങ്ങൾ വായിക്കാം. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നെഹ്റുവിന് വലിയ ശുഷ്കാന്തിയാണ്. നെഹ്റുവിൻ്റെ മുഴുവൻ സമയവും ശ്രദ്ധയും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിലാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സംരക്ഷണം നൽകേണ്ടത്? അവർക്ക് മാത്രമാണോ അർഹത? അതിനേക്കാൾ അർഹത SC/ST-കൾക്കും ക്രൈസ്തവർക്കും ഇല്ലേ? ഇങ്ങനെ ഈ പ്രസ്താവനയിൽ ചോദിച്ചു. അപ്പോൾ അന്നും ഇന്നും കോൺഗ്രസ് ഈ മുസ്ലിം പ്രകടനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പിന്നെ വിദേശ നയം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ എല്ലാ അയൽക്കാരുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നെഹ്റു ആ നല്ല ബന്ധം നശിപ്പിച്ചു കളഞ്ഞു. പല അയൽക്കാരെ മുഴുവൻ വെറുപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ആരും പിന്തുണയ്ക്കാനില്ല. 350 കോടി രൂപ വാർഷിക വരുമാനത്തിൽ 180 കോടി രൂപയും പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കേണ്ട അവസ്ഥയിൽ അയൽക്കാരുമായിട്ടുള്ള ശത്രുക്കളെ സൃഷ്ടിച്ചു. കശ്മീരിൽ ഒക്കെ ഈ സംഘർഷം ഉണ്ടാക്കി. പിന്നെ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ രജിസ്ട്രേഷൻ ഓഫീസ് മാത്രമായി മന്ത്രിസഭ എന്ന് പറഞ്ഞു. പിന്നെ ഹിന്ദു കോഡ് ബില്ലിൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ ബില്ല് അവതരിപ്പിക്കേണ്ടെന്ന് നെഹ്റു അംബേദ്കറോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു നമുക്കിതിൻ്റെ ചില ഭാഗം മാത്രം, മാരേജ് ആൻഡ് ഡിവോഴ്സ്, അത് മാത്രം. ഹിന്ദു കോഡ് ബില്ല് മുഴുവനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അംബേദ്കർ. അതിൽ ഡിവോഴ്സ് മാരേജ് മാത്രം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അംബേദ്കർ ഉള്ള കാലത്ത് ഹിന്ദു കോഡ് ബില്ല് അവതരണം നടന്നില്ല. ഇത് പിന്നീട് 1956 കഷ്ണമായിട്ടാണ് അവതരിപ്പിച്ചത്. ഹിന്ദു കോഡ് ബിൽ പൂർണ്ണമായിട്ടല്ല, ചില ഭാഗങ്ങളായിട്ടാണ് ബില്ലുകൾ വന്നത്. ഇങ്ങനെ അംബേദ്കർ തന്നെ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ മര്യാദക്കല്ല നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സത്യമാണ് അമിത്ഷാ വിളിച്ചു പറയുന്നത്. അമിത്ഷാ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ ഭണ്ഡാരയിൽ പ്രസംഗിക്കുമ്പോൾ അമിത്ഷാ അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞതാണ്, നെഹ്റു തോൽപ്പിച്ചതാണെന്നുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും ഖർഗയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ അംബേദ്കറൈറ്റുകളായി അവർ ഭാവിക്കുന്നത് ഫാഷനാണ്. അമിത്ഷാ പറഞ്ഞാൽ അത് സത്യമല്ല, പരമാർത്ഥമല്ലേ, അഭിനയം മാത്രം. ഇത് സത്യത്തിൽ അംബേദ്കറിസ്റ്റുകൾ തിരിച്ചറിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിയുന്നില്ല. ഈ കോൺഗ്രസ്സിന് അംബേദ്കറോടുണ്ടായിരുന്ന സ്നേഹമോ ദേഷ്യമോ എന്താണെന്ന് തരംതിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അംബേദ്കർ എന്തെല്ലാം തരത്തിൽ അലഞ്ഞു. ഇന്ത്യയിൽ എക്കണോമിക്സിലും നിയമത്തിലും ഒരേ സമയം ഡോക്ടറേറ്റ് ലഭിച്ച ആൾ. അത് ചെറിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമല്ല, കാലിഫോർണിയയിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നും 2, പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ അത് അത്രയും ക്വാളിഫൈഡ് ആയ ഒരാൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തൊരു വ്യക്തി. അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ നെഹ്റുവിനും അതുപോലെ നെഹ്റുവിൻ്റെ കൂട്ടാളികൾക്കും ഭയമായിരുന്നിരിക്കണം. മന്ത്രിയാകാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പാടില്ല, കാരണം പിന്നീട് മന്ത്രിയാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും പാടില്ല. തോൽപ്പിച്ചു. 78,000 വോട്ട്, അസാധു വോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നടന്ന ആദ്യത്തെ ക്രമക്കേടാണ് നെഹ്റുവിൻ്റെ. അതിനകത്ത് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും അംബേദ്കർ സ്വീകാര്യനായില്ല. എസ് എ ഡാംഗെയും പിന്നെ നെഹ്റുവും ഈ കാര്യത്തിൽ അംബേദ്കറെ ഒഴിവാക്കുന്നതിൽ യോജിക്കുകയും ചെയ്തു. അംബേദ്കറുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അത് എപ്പോഴും കമ്മ്യൂണിസത്തിനെതിരായിരുന്നു. ഒരു സംശയമില്ല, കമ്മ്യൂണിസത്തിനെതിരായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ നവനേതാക്കളുടെ കാപട്യം ഇന്ത്യ തിരിച്ചറിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.